ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഒരുങ്ങി നിൽക്കുന്ന കാണുമ്പോഴറിയാം എവിടെയെങ്കിലും പോകാനാണെന്ന്. ഇന്ന് നമ്മളൊരു നല്ല കല്യാണ മൂഡിലാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഉണ്ണിക്കുട്ടനെ എളുപ്പം ഒരു പൂക്കളമൊക്കെ തട്ടിക്കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ മിനിച്ചേച്ചിയുടെയും രാമകൃഷ്ണൻ ചേട്ടൻ്റെയും മോനായ രാഗിത്തിൻ്റെ കല്യാണമാണ് ഇന്ന്. മാന്നാറ് ശ്യാമശ്രീ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് ഈ കല്യാണം. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൺവെൻഷൻ സെൻറ്ററിൽ എത്തിയപ്പോഴും ചെറുക്കനും പെണ്ണും എത്തിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ കുറേ നേരം നിന്നു. അപ്പോഴും നമ്മുടെ ബന്ധുക്കളെ എല്ലാം കാണാൻ പറ്റി. അവരുമൊക്കെ ആയിട്ട് കുറച്ച് നേരം നിന്ന് സംസാരിക്കാനും ഒക്കെ പറ്റിയേ. കല്യാണച്ചക്കനൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ താഴോട്ട് പോയി സ്വീകരണത്തിൽ പങ്കെടുത്ത് കയറി വരുമായിരുന്നു ചെയ്തത്. രാജ്യത്ത് കല്യാണം കഴിക്കുന്നത് അക്ഷയ ശ്രീകുമാറിനെയാണ്. അപ്പം നമ്മുടെ കല്യാണച്ചക്കനെയൊക്കെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങായിട്ടുണ്ട്. എല്ലാവരും നല്ലൊരു മൂഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ അച്ഛനെയും അമ്മയൊക്കെ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് നമ്മുടെ തരുണീമണികളെ എല്ലാം കണ്ടു. അപ്പോൾ എല്ലാവരും നല്ലൊരു കല്യാണ മൂഡിലാണ്. കാണാൻ ഭംഗിയുള്ള നല്ലൊരു സ്റ്റേജ് അറേഞ്ച്മെൻ്റ് ആയിരുന്നു. അപ്പോഴേ അവിടെ ആ പെണ്ണും ചെറുക്കനും പ്രിയപ്പെട്ടവരും എല്ലാവരും കൂടെ നിൽക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നുവേ. നല്ലൊരു അന്തരീക്ഷമായിരുന്നു. എന്നെ ഏതായാലും നന്ദൂട്ടൻ ആ പരിസരത്തെങ്ങും തന്നെ നിർത്തിയില്ല. ഞങ്ങളങ്ങനെ ഓടി നടക്കുമായിരുന്നു. പെണ്ണിൻ്റെ സ്വീകരണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇതൊന്നും നേരെ നിന്ന് കാണിക്കാനായിട്ട് നന്ദൂട്ടൻ സമ്മതിച്ചില്ല കേട്ടോ. നന്ദൂട്ടൻ ഭയങ്കര ഒരു വഴക്കാളി മൂഡിലായിരുന്നത് കൊണ്ട് നന്ദൂട്ടനെയും കൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയായിരുന്നു. അങ്ങനെ കല്യാണമൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നു. അപ്പോൾ പെണ്ണിനും ചെറുക്കനും നല്ലൊരു വിവാഹ മംഗളാശംസകൾ നേരുന്നു. അങ്ങനെ അവർ കൈ പിടിച്ച് വലത്തൊക്കെ ചെയ്യാണ്. ഇതാണ് മിനി ചേച്ചി. ഇപ്പോൾ പെണ്ണിനും ചെറുക്കനും ഒക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എളുപ്പം നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി. ഇവിടെ വെച്ച് നമ്മൾ ഓമനയപ്പച്ചിയും ചിഞ്ചുവിനെയും കണ്ടു, കുമാരിയപ്പച്ചിയെ കണ്ടു, ജ്യോതികുഞ്ഞമ്മയും അനുജയും കണ്ടു. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കണ്ടു, ജ്യോതിയെ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടിയിലേക്ക് കടന്നേ. അപ്പോൾ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു പുതുമ തോന്നും. 3 തരം പായസമായിരുന്നു. അടപ്രഥമനും പാൽപ്പായസവും പിന്നെ പൈനാപ്പിൾ പായസവും. പൈനാപ്പിൾ പായസത്തിനേക്കാളും പ്രഥമനും പാൽപ്പായസവുമാണ് സ്കോർ ചെയ്ത് നിന്നതായിട്ട് തോന്നിയത്. എന്തായാലും നല്ലൊരു സദ്യ കഴിച്ചപ്പോൾ നല്ലൊരു ഉറക്കം കൂടി കിട്ടിയിരുന്നെങ്കിലെന്ന് കരുതി. ഏതായാലും അതെന്തായാലും നടക്കുമെന്ന് തോന്നുന്നില്ല. എന്നാലും നല്ലൊരു കല്യാണം കൂടി. അപ്പോൾ വീണ്ടും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.